ഇസ്രയേലും ഗാസയും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ അത് പ്രാബല്യത്തിൽ വന്നുകൊണ്ട് ഈജിപ്തിൽ അവിടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കരാറിൻ്റെ ഭാഗമായി ബന്ദികളെ കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള തീരുമാനങ്ങളും നടപ്പിലാക്കിക്കൊണ്ട് ഇസ്രയേൽ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന റിപ്പോർട്ട്. എന്നാൽ ഇസ്രയേൽ ഏതെങ്കിലും തരത്തിൽ ലംഘനം നടത്തുകയോ വീണ്ടും വലിയ തോതിൽ ഗാസയിലേക്ക് ആക്രമണം അടിച്ചുപിടിക്കുകയോ ചെയ്താൽ ഏതായിരിക്കും ഫലം? അവിടെയാണ് ഏറെ പ്രാധാന്യത്തോടു കൂടി പല രാജ്യങ്ങളും വളരെ ഗൗരവത്തോടെ ഈ വിഷയത്തെ കാണുന്നത്. നമുക്കറിയാം, ഇസ്രയേൽ എന്ന രാഷ്ട്രം അവർ വിശ്വസിക്കാൻ കൊള്ളാത്ത, അവരെ ഒരിക്കലും അവരുടെ തീരുമാനങ്ങൾ പരിപൂർണമായി അവർ നടപ്പിലാക്കുമെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. ചരിത്രം അതാണ്. അവർ ചതിയന്മാരാണ്. കൃത്യമായും അവർ അവസരോചിതമായി നടപടികൾ എടുക്കുന്നവരാണ്. അപ്പോൾ നോക്കൂ, ഗാസയിലുള്ള തടവുകാരെ ഇസ്രയേലി സൈന്യം മോചിപ്പിക്കും എന്ന് പറയുമ്പോൾ ഇസ്രയേലി തടവുകാരെ കൃത്യമായും ഹമാസ് മോചിപ്പിക്കും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഹമാസ് 20ഓളം പേരെ മോചിപ്പിക്കും, ജീവനോടെയുള്ള മറ്റുള്ള മരണപ്പെട്ട 20 പേരുടെ മൃതദേഹങ്ങൾ കൂടി കൈമാറും എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. പക്ഷേ ഇസ്രായേൽ ഇതിന് ശേഷം, അതായത് ബന്ദികളായിട്ടുള്ള ഇസ്രായേലികളെ തിരിച്ചു കിട്ടിയതിന് ശേഷം വീണ്ടും അവർ ആക്രമണവുമായി പുറത്തു വരും എന്നാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. നമ്മളൊന്ന് ഓർക്കുക, IDF അതായത് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് എന്തിനും സജ്ജമായി നിൽക്കുന്ന സാഹചര്യമാണ്. പൊതുജീവൻ വീണ്ടും കിട്ടിയ രീതിയിൽ ഗാസയിലേക്ക് ട്രക്കുകൾ എത്തുന്നു. ആഹാരവും ഭക്ഷ്യവസ്തുക്കളും അതുപോലെ തുണികളും ഒക്കെയായി ഒരു ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ പുനർസൃഷ്ടിച്ചെടുക്കുക. എല്ലാം നഷ്ടപ്പെട്ട് ചാരമായ ഗാസയെ വീണ്ടും കെട്ടിപ്പടുക്കാൻ ഇനി വർഷങ്ങളല്ല, എത്ര നാൾ വേണ്ടി വരുമെന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷേ എന്നാലും ഗാസയിൽ ഇപ്പോൾ താൽക്കാലികമായെങ്കിലും സമാധാന അന്തരീക്ഷം വീണ്ടെടുത്തല്ലോ എന്ന രീതിയിൽ അവർ വലിയ ഒരു പ്രതീക്ഷയിലാണ്. ഗാസയിലെ അവിടുത്തെ ജീവിതങ്ങൾ വീണ്ടും ഒന്നേന്ന് നട്ടുപിടിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുമോ എന്നുള്ളതാണ് നമ്മൾ ഇനി കാത്ത് നിൽക്കേണ്ടത്. നിരായുധരായ നിരപരാധികളായ 67,000-ഓളം ഫലസ്തീനികളെ നിറയൊഴിച്ചും അവരെ ടാർഗറ്റ് ചെയ്ത് കൊലപ്പെടുത്തി കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ അവിടെ നടത്തിയ വംശഹത്യ എന്ന് പറയുന്നത് ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. അതുമാത്രമോ, അതിന് ചെയ്തതിന് ശേഷം ഇസ്രയേൽ നടത്തിയ ക്രൂര വിനോദങ്ങൾ എന്തുമാത്രം വളരെയധികം പൈശാചികമാണ്, ഡയബോളിക്കാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് ഏതൊക്കെ രീതിയിലാണ് ചതി അവിടെ ആസൂത്രണം ചെയ്തു വച്ചിരിക്കുന്നത് എന്നുള്ളത് ഏറെക്കുറെ അറിയുന്ന രാജ്യം ഈജിപ്തും ഇറാനുമാണ്. ഇറാൻ അതുകൊണ്ട് തന്നെയാണ് വളരെ സൂക്ഷ്മതയോടെ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഹമാസിനെ ആക്രമിക്കുകയോ അതല്ലെങ്കിൽ ഹിസ്ബുള്ളയെയോ ഹൂതി വിമതരെയോ ചെയ്യാൻ ശ്രമിച്ചാൽ ഇറാൻ വലിയ തോതിൽ നേരിട്ട് യുദ്ധമുന്നണിയിലേക്ക് കടക്കും എന്നുള്ളത് സൂചന തന്നെയാണ് നൽകുന്നത്.